മനസ്സിലാവും. സിമ്പിളി പറയുകയാണെങ്കിൽ അതിനകത്ത് സർക്കിൾ ഫേസ് ഷേപ്പ് ഉള്ള ആരുമില്ല. ഈ പറഞ്ഞ ഡ്രാഗൺ ബോളുണ്ട്. അത് ഒന്നുകിൽ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഡയമണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ട്രയാങ്കിൾ ആയിരിക്കും. ഈ ഒരു 3 സാധനമാണ് ഫോളോ ചെയ്യുന്നത്. സ്ക്വയറും ഉണ്ട്. ഈ 4 കാര്യങ്ങൾ കറക്റ്റായിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സിനും കൊടുക്കുന്നത്. നമുക്ക് മറ്റേ കൃത്യമായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ന രീതിയിലാണ് ഓരോ ക്യാരക്ടർ. ഇപ്പൊ ഫേഷ്യൽ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംസിക്ക് മിക്ക ആനിമയിലും കൊടുക്കുന്ന ഫേഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫേഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണ്. ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ഓർ സ്ക്വയർ ആണ് ഇപ്പോൾ എല്ലാ ആനിമേക്കും കൊടുക്കുന്നത് എക്സെപ്റ്റ് സക്കാമോട്ടോ ഡൈസൈഡ്സ്. പിന്നെ ഇതുണ്ട് ഒക്കാറിനും റൗണ്ട് ഫേസ് ടൈപ്പ് കൊടുത്തേക്കുന്നത്. ബാക്കിയുള്ള മിക്ക ക്യാരക്ടേഴ്സ് ഇപ്പോൾ ഇസക്കായിലുള്ള ക്യാരക്ടേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ മറ്റേ സുമുഖനായി സുന്ദരനായി ഒരു ക്യാരക്ടറിനെ കാണിക്കുമ്പോഴത്തേക്കും ഹി ഷുഡ് ഹാവ് ആൻ ഇൻവേർട്ടഡ് ഫേസ് ഷേപ്പ്. ഇതൊരു മറ്റേ ഒരു സിഗ്നേച്ചർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇത് മാങ്കാസ് ഏറെക്കുറെ അതുപോലെ തന്നെയാണ് ഏറെക്കുറെ ഇതിൻ്റെയൊക്കെ. പക്ഷേ ഇത്രേ ഉള്ളൂ, സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുക, ബാക്കിയുള്ളതിനെ പോലെ തന്നെ ടെംപ്ലേറ്റ് പോലെ പിടിച്ചു പോകുന്നുള്ളതാണ്. ഇവള് പറഞ്ഞ ബിസിനസിന് രണ്ട് ആൾക്കാരുടെ കാഴ്ചപ്പാടും അങ്ങനെയാണ്. ഒരു സർട്ടൻ സ്റ്റൈൽ ഭയങ്കരമായിട്ട് കൺസ്യൂം ആയിട്ട് അതില്ലെങ്കിൽ ഹോട്ടുകൾ പറഞ്ഞില്ല. ഇപ്പം ഇതിനകത്തൊക്കെ ആണെങ്കിൽ ഒരു ഗിഗാച്ചാടാണ്. ഈ പറഞ്ഞ ഡ്രാഗൺ ബോളിനകത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഗിഗാച്ചാഡ് സെറ്റപ്പാണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അല്ല അന്ന് ഈ ഇതുണ്ട് ഫിക്ടോസെക്ഷൽ എന്നുള്ള സാധനമൊന്നും ആയിട്ടില്ല. അന്ന് മറ്റേ ഹീറോസ് ആയിരുന്നു. ഡ്രാഗൺ ബോൾ ഗോക്കു ഭയങ്കര സ്ട്രോങ് എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു. They were characters മാത്രമല്ല looked up to. Exactly. Today people look up to fuck. അല്ല ഇപ്പം ഇത് നോക്കുകയാണെങ്കിൽ അല്ല സെൻസർ ഒന്നും ചെയ്യില്ല. സോളോ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഒക്കെ ബാക്കിയുള്ള ആനിമകളൊക്കെ അതേ കണക്ക് ഈ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആനിമയിലെന്ന് നോക്കുകയാണെങ്കിൽ ഒരു കേപോപ്പ് ലുക്ക് വേണം. അതുണ്ടെങ്കിലേ മറ്റേ എം സി ആവത്തുള്ളൂ. പണ്ട് എല്ലാവരും ക്യാരക്ടേഴ്സിന് ഉണ്ടാക്കുന്ന ക്യാരക്ടറായിട്ടാണ്. ക്യാരക്ടർ ലൈക്ക് സർട്ടൺ ട്രേറ്റ്സ്, ചിലപ്പോൾ സിംബായിരിക്കാം, ചിലപ്പോൾ കഥാപാത്രം എന്ന് പറയുന്നത് ഇൻ ദ സ്റ്റോറി വേൾഡ് അതൊരു വ്യക്തിത്വമാണ്. ക്യാരക്ടർ ഇസ് എ പേഴ്സൺ. ഒരു വ്യക്തി എന്നുള്ള അയാൾക്ക് വ്യക്തിത്വവും അയാളുടേതായ ശൈലികളും ചേഷ്ടകളും എല്ലാം ഉണ്ട്. പണ്ടത്തെ ആനിമേഷനിൽ അത് കാണാനുണ്ട്. അത് കാണാനുണ്ടായിരുന്നു. എല്ലാം ടെംപ്ലേറ്റഡാ. വൺ പീസില് ലുഫിനെ കണ്ടു കഴിഞ്ഞ ഒരു എംസിയുടെ ഒരു ലുക്കേ ഇല്ല. പക്ഷേ ഈസ് ഗ്രേറ്റ്. സോറോനെ കണ്ട എംസിയുടെ ഒരു ലുക്കുണ്ട്. അവരെല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ബ്ലൈൻഡ് ഇതിലുമാണ്. മനസ്സിലായില്ലേ? ഇറ്റ് ഡസന്റ് മാറ്റർ വെദർ ഹി ലുക്സ് ദ പാർട്ട്, സ്മാർട്ട്നെസ് ഉണ്ടോ, ഒന്നും ഇറ്റ് ഡസന്റ് മാറ്റർ. ഈസ് ദി എംസി. ക്യാപ്റ്റനോട് കിഡ്നിയും കൊടുക്കും. അത് which is something that I really appreciate about One Piece. ഇപ്പൊ നറൂട്ടോ ആണെങ്കിലും and അതിലെല്ലാം കോമഡി എന്താണെന്ന് വെച്ചാൽ they all treat their captain like a man also. Yes. Even though he's അല്ല ഞാനത് ഹജിമേനൊപ്പം എന്റെ കൂടെ ചേർത്ത് പറയും. കാരണം ഒരു പാവം ഒരു എം സി എന്ന് പറയുമ്പോഴത്തേക്ക് അതും ഒരു ഫൈറ്റ് ആനിമയ്ക്കകത്തുള്ള ഒരു ക്യാരക്ടർ സത്യം. ഇപ്പൊ എക്സെപ്റ്റ് ഹിസ് ബോഡി. അതെ, അതും റെഡിയാക്കി എടുത്തതാണ്. അല്ല അതെങ്കിലും പിന്നെ ഉണ്ടെന്ന് പറയാം. പക്ഷെ അത് മാറ്റി കഴിഞ്ഞാൽ ഒരു ഡ്രസ്ഡപ്പ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഹജിമയെ ഇപ്പോയെ കണ്ടു കഴിഞ്ഞാൽ പാവം. ഇപ്പോ ഒരു സാധാരണ ഒരു ഇതിനകത്തില്ല. ഇപ്പം നോക്കാം ഹൈക്യൂലും ഒക്കെ ആണെങ്കിൽ ഹൈക്യൂല് എം സി കാണുമ്പോഴേ ഒരു തീയുണ്ട്. ഇപ്പൊ കാണാത്തവർക്ക് തക്കമേസാനാണ് എം സി തോന്നുന്നു. തക്കാമുറയാണ് എം സി തോന്നുള്ളൂ. അങ്ങനെയുണ്ട്. അല്ല ഈ അതിനകത്ത് എം സി വൈബ് തക്കാമുറൊക്കെയാണ് സത്യം പറഞ്ഞത്. തക്കാമുറ മറ്റേ സ്റ്റോറി സ്റ്റാർട്ടിങ് തക്കാമുറ. അതെ, ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല. ഇഫ് യു ആർ എ സ്പോർട്സ് ആനിമേ ഫാൻ, ഇഫ് യു ആർ എ ബോക്സിംഗ് ഫാൻ, ഡു വാച്ച് ഇറ്റ്. ഒന്നുമില്ലേലും കാണും, ഇഷ്ടപ്പെടാതിരിക്കില്ല. മറ്റേ ഞാനിപ്പോഴും എക്സാമ്പിൾ ആയിട്ട് പറയാം, നിങ്ങൾ ഡീമൺ സ്ലെയറിലൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ കളർഫുൾ ആയ ഇമ്പാക്ട് ഫ്രെയിംസ് ഒന്നുമില്ല. 90s ആനിമേഷൻ ആണ്. എനിക്ക് 90s ആനിമേസിനെ എനിക്ക് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം ഞാനിപ്പോ സ്ലാം ഡങ്ക് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. പഴയ കുറച്ച് ആനിമേസ് കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം എടുത്തു പറയാം, ഇവൻ ജെൻസിയാണ്, 20 വയസ്സേ ആയിട്ടുള്ളൂ. ഞങ്ങളൊക്കെയാണ് എന്താ അതിന് മുകളിലുള്ള ആൾക്കാർ. പ്രായം വ്യക്തമാക്കുന്നില്ല. ഓക്കെ, വലിയ പ്രായമൊന്നുമില്ല കേട്ടോ, mid 20s ആണ് എല്ലാരും. എങ്കിൽ കൂടെ ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോ
ഞാൻ കറക്റ്റ് മിഡ് 20s 25. ഞങ്ങളുടെ ഗ്യാങ് എന്ന് പറയുന്നത് ഫ്രം ഏർലി 20s ടു മിഡ് ലേറ്റ് 20s. ഞാൻ എങ്ങനെയോ വന്ന് പെട്ട്. ആരുണ്ട് 2 വർഷത്തിൽ മുടിയാനൊക്കെ മുമ്പ് ഇവിടെ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട്. അല്ല ഞാൻ 2004 ആണ്. ഏജൻസി ഏജൻസി ഓ നീ 2004 ആണോടാ? 20 വയസ്സായി 21 വയസ്സ് ഇരുപത്തൊന്ന്. അല്ല പ്രായപുത്രി ആയിട്ടേ ഉള്ളൂ. ഇപ്പൊ അത്ര അയ്യോ അല്ല പഴയ അനിമേഷന് ഒരു സോൾ ഉണ്ട്, അത് ഉള്ള കാര്യമാണ്. ഈ ചിങ്ങത്തിൽ 18 വയസ്സ് അല്ലേ? പഴയ അനിമേഷന് ഒരു സോൾ ഉണ്ട്, അതുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് പല ക്യാരക്ടേഴ്സ് എടുത്തു പോയി കഴിഞ്ഞാൽ ആ ഒരു സാധനം കാണും. അത് എനിക്ക് ആ ഒരു കിക്ക് തന്നത് ഹജിമേനോ ഇപ്പാണ്. പഴയ അനിമ എത്ര ബോറാന്നുണ്ടെങ്കിൽ അത് കാണാനുള്ളൊരു ഇതുണ്ടാക്കിയത് എനിക്ക് ഹജിമേനോ ഇപ്പൊ. പഴയ ആനിമേ ബോറാണ്. ചില അനിമേസ് നമുക്ക് തോന്നില്ല. ഞാൻ എക്സാമ്പിൾ പറയട്ടെ. കറക്റ്റ് ഒരു പഴയ ആനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു ആനിമയുടെ പേര് കൗബോയ് ബീബോപ്പ്. എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് വളരെ കൗബോയ് ബീബോപ്പിന്റെ ഇരുന്ന് കാണുക എന്ന് പറഞ്ഞൊരു പ്രത്യേക രീതിയിൽ നമുക്ക് ഇരുന്ന് കാണാം. ഇറ്റ്സ് റൈഡ്. ഒരു കൗബോയ് ഞാൻ ആ രീതിക്കല്ല പറഞ്ഞത്. ഞാൻ പറയാം ഇപ്പൊ അൾട്രാ HD നമുക്ക് ആനിമ കാണാം. ഇപ്പൊ പുതിയ വരുന്ന ഒരു ആനിമ നമുക്ക് പക്കയായിട്ട് മറ്റേ ഫുൾ HD നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാം. നമുക്ക് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ആനിമേറ്റ് ചെയ്ത ഒരു ഷോ ആണെന്നുണ്ടെങ്കിൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ തലക്കുള്ള ഒരാളുടെ മുടി വരെ കാണാം. ആ രീതിക്കായിട്ട് നല്ല രീതിക്ക് ആനിമ ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് പണ്ടത്തെ ഈ ടുമോറോസ് ജോ പോലുള്ളൊരു ആനിമ നമ്മൾ കാണാൻ പോകാന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ സ്ലാം ഡോഗ് കാണാൻ നിൽക്കുന്നത് 720p മാക്സിമം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. മൂവീസ് വെച്ച് പറയുവാണെങ്കിൽ ഇപ്പോഴത്തെ എല്ലാ മൂവീസും ഭയങ്കര ആനിമേഷനും നോർമലാണ്. പക്ഷെ 12 Angry Men ഇപ്പൊ ഇരുന്ന് കണ്ടാലും ഹുക്ഡ് ആയിരിക്കും. അല്ലല്ല നീ എടുത്ത എക്സാമ്പിൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഒറ്റ റൂമില് ഒറ്റ ഷോട്ടില് അവരത് ചെയ്ത മൂവിയാണ്. അത് ഇപ്പൊ ഇരുന്ന് കണ്ടാലും പൊളിയാണ്, അടിപൊളിയാണ് അല്ലേ? അടിപൊളിയാണ്. അതിന്റെ സ്റ്റോറി അല്ലേ അടിപൊളി? സ്റ്റോറി അല്ല അതിനെ കീപ്പ് ചെയ്യുന്നത്, എക്സൈറ്റ്മെന്റ്. ഓക്കെ, ആ സാധനം ക്വാളിറ്റിയും ഇല്ല. ഞാൻ സത്യമായിട്ട് പറയണം, അതിന് ഒരു ക്വാളിറ്റിയും ഇല്ല. കണ്ടു കഴിഞ്ഞാൽ കിരികിരാന്ന് ചില സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് കേൾക്കും. പക്ഷെ ആ ഹുക്ക് ഉണ്ടല്ലോ, അതങ്ങനെയാണ്. അത് പണ്ടത്തെ ആനിമയും ഇപ്പോഴത്തെ ആനിമയും വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ എന്ത് ക്വാളിറ്റി ആണെങ്കിലും എനിക്ക് അതിൽ ബോറിംഗ് ആയിട്ട് തോന്നുന്നില്ല. ഞാൻ ബോറിംഗ് എന്ന് ഉദ്ദേശിച്ചത് കാണാനുള്ള കവറിംഗ് ആണ്. നീ പറയടാ, അതിനൊക്കെ പുതിയ ആനിമ മോശമാണെന്നൊരു ഇതുണ്ടോ? അല്ല, എനിക്കും അത് ഫീൽ ചെയ്യുന്നില്ല. മോശമാണെന്നൊന്നും പറയുന്നില്ല. പിന്നെ ഇവനീ പറഞ്ഞല്ല ഈ ആ ഒരു എസെൻസ് ഉണ്ടല്ലോ പഴയ ആനിമയുടെ. ഈ പറഞ്ഞ പോലെ തന്നെ ആനിമേഷൻ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു അങ്ങനെ പറയുമ്പോ അത് എന്റെ ചോദ്യം വളരെ സ്പെസിഫിക്കാ. പഴയ ആനിമേഷൻ ഞാൻ പറയില്ല ആ കാര്യം, അത് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് സം സ്റ്റോറീസ് ആർ റിയലി നൈസ്. പക്ഷെ ആനിമേഷൻ മറ്റേ പണ്ടത്തെ ഒരു ഇത് തരാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാര്യം ഒരേ വേവ് ലെങ്ത് എല്ലാ ആനിമയ്ക്കും വരുന്നത്. കളർ സ്കീംസ് ആണെങ്കിലും എം സിയുടെ സ്വഭാവം ആണെങ്കിലും. ആൻഡ് ഈ എം സിയുടെ സ്വഭാവം പല ഷോണനിലും ഇപ്പോഴും ഗോക്കു എന്ന കഥാപാത്രത്തിന്റെ ആ എം സി വൈബ് തന്നെയാണ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത്. അതിൽ ഇച്ചിരിയിലും വ്യത്യാസം എനിക്കിപ്പോ തോന്നിയത് ഡന്തതാനും നമ്മുടെ സക്കാമോട്ടോയിലും ഒക്കെയാണ്. ചെയിൻസോ മാൻ സ്റ്റിൽ പെർസിവറൻസും ഇതൊക്കെ തന്നെ കുറിച്ചൊക്കെ പലപ്പോഴും പിന്നെ അവനൊരു പെർവേർട്ടാണെന്നേ ഉള്ളൂ. അതൊരു ക്രേസി ആനിമയാണെന്നേ ഉള്ളൂ. ഒരു ഫക്ഡ് അപ്പ് സാധനമാണ്, ഒരു അൺകൺവെൻഷണൽ സാധനമാണ്. ക്രേസിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടതിൽ വെച്ച് ന്യൂ ആനിമയിൽ ഏറ്റവും ക്രേസി ആയിട്ടുള്ള സ്റ്റോറി ലൈൻ ഉള്ളത് നൈസാണത്. അതിന്റെ വാങ്കൊക്കെ വായിക്കണം മക്കളെ. ക്രേസി എന്നൊക്കെ പറഞ്ഞാ പോരാ, എഴുത്തുകാരന് പ്രാന്താണ്. എഴുത്തുകാരൻ മറ്റെല്ലാ ജോണ്ടറും കൊണ്ടുണ്ട്. റൊമാൻസ് ഒരു സൈഡിൽ കൂടി പോകുന്നുണ്ട്, ഹൊറർ ഒരു സൈഡിൽ കൂടി പോകുന്നുണ്ട്. ഞാൻ മറ്റേ റൊമാൻസ് ഒക്കെ എഴുതുമ്പോ ഈ ഒക്കാറിനും ഇവളും തമ്മിലുള്ള റൊമാൻസ് ആയിരിക്കും, രണ്ട് ഡമ്മി തമ്മിൽ. എനിക്ക് ഏറ്റവും ക്രേസി ആയിട്ട് ഉസുമാക്കിയാണ് തോന്നിയിട്ടുള്ളത്. ഉസുമാക്കി അല്ലല്ല, ഈ അയാളെ ഈ കൂടുതൽ പെടുത്തരുത്.
അയാള് വേറെ പക്ഷെ വേറൊരു സംഭവമുണ്ട്, ജിൻജിത്തോ എന്ന് പറഞ്ഞ വേറെ സാധനം. വേറൊരു സംഭവമുണ്ട്. ഇങ്ങനെയൊക്കെ അനിമ വരുന്നുണ്ടെങ്കിലും കൂട്ടത്തിൽ നമുക്ക് മറ്റേ ഇയാളെ എടുത്ത് വെക്കാൻ പറ്റത്തില്ല. ആരാ മറ്റേ നമ്മുടെ മിയാസാക്കി എടുത്ത് വെക്കാൻ പറ്റില്ല. അതേപോലെയാണ് ജിൻജിത്തോ മിയാസാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ രണ്ട് പോളാർ ഓപ്പോസിറ്റ്സ് ഇങ്ങനെ നിൽക്കുന്ന ടീമുകളാണ്. അല്ല, ഇപ്പോ ഇങ്ങനത്തെ ടെംപ്ലേറ്റ് സാധനങ്ങൾ വരുന്നുണ്ടെന്നുള്ള അതിന്റെ അടുത്ത് കോർവ് പോലുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. സ്റ്റോറി ഡ്രോൺ ആയിട്ടുള്ള സ്റ്റോറി ഡ്രോൺ ആയിട്ടുള്ള ക്യാരക്ടർ സെൻട്രിക് ആയിട്ടുള്ള ഇതുപോലെ ടെംപ്ലേറ്റ് എപ്പോഴും കീപ്പ് ചെയ്യാതെ അനിമേസ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതുപോലെ എന്ത് തേങ്ങയാണ് ക്യാരക്ടറിനെ വെച്ചോണ്ടിരിക്കുന്നത്. എല്ലാവരെയും പെട്ടെന്ന് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ഉണ്ട്, അവർക്ക് ഓരോ സ്വഭാവം. അല്ലല്ല, നമുക്ക് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഷോനനെ കുറിച്ച് മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. സെയിനെ ഇവിടെ എടുത്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓർബിന്റെ കാര്യം മെയിൻ ആയിട്ട് സംസാരിക്കുന്നത്. മോൺസ്റ്ററും ഇതാണ് സെയിനാണ്. ശരിയാണല്ലേ. എന്നാ ഇപ്പൊ ലൈക്ക് ഷോണനും ഇസക്കായി മാത്രമേ ആൾക്കാർ കൂടുതൽ ചെയ്യുന്നുള്ളൂ. നല്ല മാർക്കറ്റിംഗ് ഉള്ളൂ. ചെയ്യുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാല് സെയിനിൽ വരുമ്പോ എന്താന്ന് വെച്ചാൽ കഥാപാത്രത്തിന് പ്രസക്തിയുണ്ട്, ആനിമേഷന് പ്രസക്തിയുണ്ട്. അല്ല, ഞാനൊരു കാര്യം, ഈ പണ്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ആനിമെ കാണുന്ന ആൾക്കാരെ പണ്ട് പറയുന്ന ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആയിട്ട് എടുക്കാവുന്ന ഇട്ടേക്കാണ്. പണ്ട് നമ്മൾ പറയാറുണ്ട് ഈ പറഞ്ഞ ആനിമെ പിള്ളേർക്കുള്ളതല്ല മുതിർന്നവർക്കുള്ളതാണെന്ന്. ആനിമെ ഇസ് നോട്ട് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞിട്ട് അയ്യോ ഇത് പിള്ളേർക്കുള്ള സാധനമല്ല എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ അവനെ തിന്നാൻ ചെല്ലുമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, സത്യം പറഞ്ഞ ഇപ്പൊ ആനിമെ പിള്ളേർക്കുള്ളതല്ലേ? പൂർണ്ണമായിട്ട് അതായി മാറുന്നുണ്ട്. എല്ലാവർക്കും ഷോനം മതി, എല്ലാവർക്കും മറ്റേ പെർസിവറൻസും ഫ്രണ്ട്ഷിപ്പിന്റെ സ്ട്രെങ്തും കാണിക്കുന്ന ആനിമകളും MC മതി, ഇസക്കായി ഒക്കെ മതി. പിന്നെ എന്ത് തേങ്ങയാണ് നിങ്ങൾ പറയുന്നത് ഇത് കിഡ്സിനുള്ളതല്ല ഇത് മുതിർന്നവർക്കുള്ളതാണെന്ന്? ആദ്യം സെയിനെ കാണുക, സെയിനനി ഇത് ഷിപ്പ് ചെയ്യുക, എന്നിട്ട് പറയണം ഇതൊക്കെ വലിയവർക്കുള്ളതാണെന്ന്. ഇത് ഓർബൻ എന്ന് പറഞ്ഞ ആനിമ ഇവിടെ ഇറങ്ങി, എത്ര പേര് കണ്ട്. ഈ പറഞ്ഞ ഓർമ്മ എന്ന് പറഞ്ഞ ആനിമ ഇപ്പൊ ഈ അവാർഡ്സ് വരുന്നുണ്ട്, ആനിമ അവാർഡ്സ്. ഈ പറഞ്ഞ ഡയറീസിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ഈ പറഞ്ഞ സോളോ ലെവലിങ്ങിന് ഇത്രയും കൊടുക്കുന്നുണ്ട്. അതേപോലെ മറ്റേ അതിന്റെ വരുന്നത് ഫ്രീ റൺ കിട്ടുന്നുണ്ട്. ഈ ഇത്ര പേര് കണ്ട് ഈ സാധനം. അടിപൊളി ഡയറക്ഷൻ ഉണ്ട്, സൗണ്ട് അടിപൊളി, വിഷ്വല് അടിപൊളി. ലാസ്റ്റ് വരെ ഇറ്റ് വിൽ കീപ് യു ഓൺ യുവർ ടോസ്. എന്താ നടക്കണേന്ന് ഇത് പിള്ളേർക്കുള്ളല്ലേ? ബാക്കിയല്ല. നമുക്ക് അല്ല അങ്ങനെ പറയുമ്പോഴത്തേക്കും ഇത് സത്യം പറഞ്ഞാൽ ഞാനൊരു ഫ്രണ്ട് ആളെ പറയുന്നില്ല, എനിക്ക് അറിയാവുന്ന ആളാണ് സത്യം പറഞ്ഞ ഓക്കെ. പുള്ളി ഞാനോട് സംസാരിച്ച സമയത്ത് ഞാൻ ഒറിജിനൽ പേര് പറയാതിരുന്നാ പോരെ, യൂട്യൂബ് പേര് പറയാലോ. യൂട്യൂബ് സിനിമാ സ്റ്റെല്ലർ. പുള്ളിക്കാരനുമായിട്ട് മറ്റേ സംസാരിച്ച സമയത്ത് ഞാൻ സിമ്പിളായിട്ട് ഞങ്ങൾക്ക് തോന്നിയൊരു ചോദ്യമാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇതണക്ക് 29 നോമിനേഷൻസ് ഫ്രീ റൺ വന്ന് ഇത്ര നോമിനേഷൻസ് ഓർമ്മൊന്നും ഇല്ലടേ ഇതിനകത്ത്. എൻഡ് ഓഫ് ദ ഡേ സത്യം പറഞ്ഞാൽ കിഡ്സിന് ആയിക്കൊണ്ടിരിക്കുകയല്ലോ ഒന്ന്. ഈ ഫ്രീ റൺ ഇപ്പോഴും പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിലെ പല പോസ്റ്റുകളിലും ഫ്രീ റൺ ഒന്നും കൊള്ളത്തില്ല, സോളോ ലെവലിംഗ് എന്നതാ ബെസ്റ്റ്. കിണ്ടി സോളോ ലെവലിംഗ് ഭയങ്കര ഒരു വൺ ഡയമെൻഷണൽ സാധനമാണ്. ഫ്രീ റൺ കുട്ടികൾക്കുള്ളതാണോ? അല്ല, ഫ്രീ റൺ രണ്ടുപേർക്കും കാണാൻ പറ്റും. അതായത് ഒരു കൊച്ചു കുട്ടിക്കും ഇതൊരു യാത്ര പോലെ കണ്ടോണ്ടിരിക്കാം. വലിയ പക്ഷേ ഈ പറഞ്ഞ ഫ്രീ റൺ ഒരു മറ്റേ ഫാന്റസി വേൾഡിൽ അവർ പലയിടത്ത് പോകുന്നുണ്ട്, പല ആൾക്കാരെ കാണുന്നുണ്ട്, പല ക്യാരക്ടേഴ്സിനെ കാണുന്നുണ്ട്, പല ഫൈറ്റുകൾ കാണിക്കുന്നുണ്ട്. അപ്പോഴിതൊരു മറ്റേ സാധാ അഡ്വഞ്ചർ സ്റ്റോറി ആയിട്ടൊരു കുട്ടിക്കും കാണിച്ചു കൊടുക്കാം. പക്ഷേ അത് വലിയൊരാൾ കാണുമ്പം ആ ഡയമെൻഷൻ എൻറ്റയർലി ചേഞ്ച് ആവും. വൺ പീസും അതുപോലെ. വൺ പീസും ഒരു കൊച്ചു കുട്ടിക്കും കാണിച്ചു കൊടുക്കാം. പക്ഷെ അതിന്റെ പ്രായം മാറി ആളിന്റെ തോട്ട് പ്രോസസ് മാറുമ്പം അത് കാണിക്കുന്ന എല്ലാം വലിയ വലിയ പൊളിറ്റിക്സുകളല്ലേ. ഇപ്പൊ നിലവിലൊരു ലുഫി ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറെയൊക്കെ കാര്യങ്ങൾ നടന്നു എന്നൊക്കെ തോന്നും. മനസ്സിലായല്ലോ, മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകും. അതുപോലെ ആനിമയാണ് ഫ്രീ റൺ. എനിക്ക് അയ്യോ ഇതിന്റെ പേരെന്തായിരുന്നു? അറ്റാക്കായിട്ടിരുന്നാണ് തലയിൽ വരുന്നത്. അതല്ല മറ്റേ സാധനം, മറ്റേ ഗെയിമിന്റെ അകത്ത് പോകുന്നത്. ഇതിനൊക്കെ മുന്നേ ആദ്യം ഗെയിമിനെ പറ്റി ഇറങ്ങിയ ഒരു ആനിമയുണ്ട്. മറ്റേ ഹെഡ്സെറ്റിന്റെ അകത്ത് പോയി ആ വേൾഡിൽ പോവും, ആ വേൾഡ് മരിച്ചു. ഇത് നമ്മുടെ സോർഡ് ആർട്ട് ഓൺലൈൻ
സോർഡ് ആർട്ട് ഓൺലൈൻ. സോർഡ് ആർട്ട് ഓൺലൈനിനെ ശരിക്കും കൊച്ചു പിള്ളേർ കണ്ടു കഴിയുമ്പോഴത്തേക്കും അത് ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് തോന്നും. പക്ഷെ നേരെ ഫ്ലിപ്പാണ്, കുറച്ച് വലുതായിട്ട് കാണുമ്പോഴത്തേക്കും ഡാർക്ക് ആവും. സെക്കൻഡ് സീസൺ കാണുകയാണെങ്കിൽ ഡാർക്ക് ആവും, ബിക്കോസ് ഇപ്പൊ നടക്കുന്നത് അതാണ്. സോ ഞാൻ കണ്ടിട്ടില്ല, കാണാം. അല്ല, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഈ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ ബിസിനസ്. അതേപോലെ തന്നെ പക്ഷേ കോമഡി എന്താന്ന് വെച്ചാൽ സെയിനൻ മാങ്കാസ് ഔട്ട്സിൽ ഷോനൻ മാങ്കാസ്. സത്യം, സെയിനൻ മാങ്കാസ് ഷോനൻ സ്വാഭാവികമായിട്ടും. അല്ലല്ല, അത് റീഡേഴ്സ് അത് റീഡേഴ്സ് ആണത്, അത് വാച്ചേഴ്സ് അല്ല, അത് ദേ ആർ റീഡേഴ്സ്, ദേ ആർ എലീറ്റ്സ്. സോ അവരുടെ പെർസ്പെക്റ്റീവ് ഡിഫറൻസ് വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെയിൽ ഈ പറഞ്ഞ നടക്കുന്നത് അമേരിക്കയിൽ നല്ല രീതിയിൽ ഈ പറഞ്ഞ മാങ്കയുടെ സെയിൽസ് നടക്കുന്നുണ്ട്, ജപ്പാനിൽ നല്ല രീതിയിൽ സെയിൽസ് നടക്കുന്നുണ്ട്, ഇന്ത്യയൊക്കെ മോശമാണ് സത്യം പറഞ്ഞാൽ. ഒരു കിളവൻ ബസേക്കിന്റെ ബുക്ക് വായിച്ച് ഫസ്റ്റ് ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് ദിസ് റീഡ് ദിസ് ബുക്ക് പർച്ചേസിംഗ്. ബെർസർക്ക്, വൺ പീസ്, ഹാജിമേനോ, ഇപ്പോ ഡ്രാഗൺ ബോൾസി, പോക്കിമോൻ. ഈ പോക്കിമോൻ എന്ന് പറഞ്ഞ സാധനമൊക്കെ മറ്റേ അമേരിക്കയിൽ എല്ലാവർക്കും അറിയാനായിട്ടോ. ഈ പറഞ്ഞ ഈ ഇതൊക്കെ ഐ തിങ്ക് വാഗാബോണ്ടും വില്ലന്റും ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മറ്റ് ഈ പറഞ്ഞ ബെർസർക്കിൽ അത്രയും സെയിനിൽ കുറച്ചുകൂടെ നിൽക്കുന്നത് ഇവരുടെ കൂടെ വരാത്തത്. അതായത് റെക്കഗ്നീഷൻ കിട്ടാൻ പൊട്ടൻഷ്യൽ ഉള്ളതും ഇതുവരെ കിട്ടാത്തതും മറ്റു രാജ്യങ്ങളിൽ. ഗാബോ വില്ലൻസാക അനിമ ഉള്ളതുകൊണ്ട് അത് അങ്ങനെ കയറുന്നുണ്ട്. ഹൊമുങ്കുലസ് ഒക്കെ ഉണ്ട്. ഹൊമുങ്കുലസ് അതിന്റെ ഒപ്പം നിൽക്കേണ്ട ഒരു സാധനമാണ്. എനിക്ക് എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട് 4 pillars ഓഫ് സെയിൻ എന്ന് പറയുന്നത്. 4 pillars ഈ പറഞ്ഞാൽ ബേർസർക്ക്, വിൻലൻഡ് സാഗ, വാഗബോണ്ട്. 4th പില്ലർ ഹൊമുങ്കൽസ് ആണ്. ചിലർ പറയുന്നു അത് ടോക്കിയോ ഗൂളാന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ടോക്കിയോ ഗോളിന്റെ മാങ്ങ കിട്ടില്ല. പക്ഷെ ഈ 4th പില്ലറിന്റെ കേസിൽ ഭയങ്കരമായ ഒരു തർക്കം. പക്ഷെ അത് ഒരു ടോക്കിയോ ഗോൾ എന്ന് പറഞ്ഞാൽ ശരി വലിയ സ്റ്റോറിയാണ്. അതെ, ഈ ബെർസർക്കോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റോറികളൊക്കെ അതായത് കൺസ്ട്രക്റ്റഡ് സ്റ്റോറി അല്ല, അത് മറ്റേ കണ്ടിന്യൂയിങ് സ്റ്റോറിയാണ്. ഇത് ഈ പറഞ്ഞ ബെർസർക്ക് നമുക്ക് അറിയാം ഇതിന്റെ എൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു രീതിയിലേ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവസാനിപ്പിച്ചാലേ അത് റെഡി ആവത്തുള്ളൂ. വാഗബോണ്ടിന്റെ അവസാനം അങ്ങനെ കൊണ്ട് എത്തിച്ചാലേ പറ്റത്തുള്ളൂ. അത് കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അല്ല, അത് സ്റ്റോറീസ് പിന്നെ പാനൽസ് വന്നു തുടങ്ങിയിട്ടുണ്ട്, ലേറ്റസ്റ്റ് എഡിഷൻ വന്നിട്ടുണ്ട്. നല്ലത്. വാഗബോണ്ട് 2015 അവസാനത്തെ അപ്ഡേറ്റ് വന്നേക്കുന്നത്. പഴയ ആനിമ ഞാനിപ്പോ ഒരു ആനിമ കാണുന്നുണ്ട്, സ്ലാം ഡങ്ക്. വാഗബോണ്ടിന്റെ ക്രിയേറ്ററിൻ്റെതാണ്. ഞാൻ വാഗബോണ്ടിന്റെ ക്രിയേറ്ററിൻ്റെതാണ്. അതുപോലെ തന്നെ പഴയ അനിമയാണ്. ഞാൻ ഓ അതിന്റെ മാങ്ക അടിപൊളിയാണ്. മാങ്കയുള്ളൂ, അത് നൈസാണ്. അതിന്റെ പാനൽസും കാര്യങ്ങളും അത് ആനിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സിനിമ ഒരു സീരീസ് ആയിട്ട് വേണമെങ്കിൽ ഇറക്കാം. സീരീസ് ആനിമേറ്റഡ് അതൊരു ലൈഫ് ചേഞ്ചിങ് മാങ്ക എന്ന് വേണേ ഞാൻ പറയും. ഞാനൊരു ചോദ്യം ചോദിക്കാം. ആർക്കെയിൻ സീരീസ് ഉണ്ടല്ലോ, ആർക്കെയിൻ സീരീസ് ഉണ്ട്. ആർക്കെയിൻ്റെ സ്റ്റൈൽ ഉണ്ടല്ലേ ഭയങ്കര അടിപൊളിയാണ്. അതുപോലെ ഇറക്കാൻ പറ്റിയൊരു ആനിമ ഏതായിരിക്കും? അത് നിലവിൽ നമ്മൾ ഡിസ്കസ് ചെയ്താൽ ഒന്നും പറ്റത്തില്ല. അത് മറ്റേ സൈബർ പങ്ക്, ആർക്കെയിൻ, അതൊക്കെ സൈബർ പങ്ക് എന്നല്ല, അത്രയും കിടിലൻ പ്രൊഡക്ഷനോടെ അത്രയും കിടിലൻ ആനിമയായിട്ട്, കിടിലൻ ഡയറക്ഷൻ, കിടിലൻ ആനിമേഷൻ, മേ ബി പുതിയ സ്റ്റൈല്. ഒരു പ്രശ്നം എന്നാന്ന് ഞാൻ പറയട്ടെ, നിലവിലുള്ള കമ്പാരിസൺ പറയും. ഈ ഇനുയാഷ എന്നല്ലടാ മറ്റേ ഇനുയാഷയുണ്ട്, ഇനുയാഷിക്കിയുണ്ട്. നമ്മുടെ മിയാമോട്ടോ മുസാഷിയുടെ ഒരു പുതിയ സാധനം ഉണ്ടല്ലോ, നീ ഒന്ന് സജസ്റ്റ് ചെയ്തേ. അത് ബില്ലി ബാറ്റ്സാ അല്ല, ഒനിമുഷ, കെങ്കൻ അഷുറ, ബാക്കി. അതെങ്ങനെ ഉണ്ടായിരുന്നു കണ്ടിട്ട്? വിഷയല്ലായിരുന്നു. സോ ഈ നീ പറഞ്ഞ പോലെ തന്നെ ഈ 3 കണ്ടപ്പോ 7 സാമുറായി ഓർമ്മ വന്നാണ്. മറ്റേ പഴയ അയാളുടെ ബന്ധം അക്കീറ കുറോസാവ, അയാളുടെ പുള്ളിക്കാരന്റെ 7 സാമുറായിയുടെ ഒരു സ്റ്റോറി ലൈനുമായിട്ടൊക്കെ ചെറിയ എവിടേക്കോ ഒരു ബന്ധം. ഈ 3 ആനിമയുടെ ആർട്ട് സ്റ്റൈലും നിലവിലുള്ള മറ്റ് ആനിമയുടെ ആർട്ട് സ്റ്റൈലും വെച്ച് നോക്കുമ്പോൾ പീപ്പിൾ ആർ ഹാവിങ് എ വെരി ബിഗ് ഡിഫിക്കൽട്ടി അക്സെപ്റ്റിംഗ്. അല്ലേ? അപ്പോൾ ആർക്കെയിൻ സ്റ്റൈലിൽ ഒരു മാങ്ക ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ഗെറ്റ് ദാറ്റ് മച്ച് ട്രാക്ഷൻ. ട്രൂ. ഏറെക്കുറെ സെയിം ആണ്.
നിലവിലിപ്പോൾ ബിഗ് നെയിംസ് ഉള്ള ഏറെക്കുറെ എല്ലാ ആനിമേസും വന്ന് ടെംപ്ലേറ്റ് പോലെ ഏതെടുത്ത് കഴിഞ്ഞാലും ഒരുപോലെ തന്നെ ലൈക്ക് നമ്മൾ മൂവി കാണുന്ന പോലെ എല്ലാവരിലും സെയിം പോലെ ആയിട്ട് വന്നു തുടങ്ങണം, ടെംപ്ലേറ്റ് പോലെ. ഞാൻ ചോദിക്കുന്നത് ദ ഹോൾ പോയിന്റ് ഈസ് ക്രിയേറ്റ് ചെയ്യുക, ആർട്ടിസ്റ്റിക്കലി പുതിയ സാധനം ഉണ്ടാക്കുക, അതാണല്ലോ ആനിമേഷൻ. അങ്ങനെയാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സ്പെരിമെന്റൽ യെസ് സാധ്യത ഉണ്ട്, പക്ഷെ എനിക്ക് അത് എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തും എന്നുള്ളതൊരു അതൊരു ഭയങ്കര അത് റൈറ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം ഐ തിങ്ക് ഉസുമാക്കിയും പക്ഷെ അങ്ങനെ മാർക്കറ്റ് ചെയ്താലും ഈ പറഞ്ഞ ആർക്കേന്റെ ഇതുള്ളതുകൊണ്ട് കമ്പാരിസൺസ് വരെയും ചെയ്യും. അല്ല, ഇപ്പം ഉസുമാക്കിയും മിയാസാക്കിയും ചെയ്യുന്നത് അവരുടെ പ്ലേസ്മെന്റ് ആണ്, അവരുടെ മാർക്കറ്റിംഗ് പക്കയായിരുന്നു, ഓൺ സ്പോട്ട്. അവര് പറഞ്ഞ അവരുടെ പ്രോഡക്റ്റ് അല്ല സത്യം പറഞ്ഞ മാർക്കറ്റ് ചെയ്തത്, അവരുടെ പ്രോഡക്റ്റ് കൂടി അവരെ തന്നെയാണ് അവരെ മാർക്കറ്റ് ചെയ്യുന്നത്. ഒരു പേഴ്സണെ മാർക്കറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഇമ്പോർട്ടൻസ് ഭയങ്കര കൂടുതൽ. ക്രിസ്റ്റഫർ നോളന്റെ പടം ക്രിസ്റ്റഫർ നോളന്റെ സിനിമയെ കുറിച്ച് മോശം പറയാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പം ഓപ്പൺ ഹൈമർ എന്ന് പറഞ്ഞാൽ എനിക്ക് വലുത് അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമൊന്നുമല്ല ഓപ്പൺ ഹൈമർ. പക്ഷെ എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ഇയാൾ പറയുന്നതാണ് ഫഹദ് ഫാസിൽ പറയുന്ന കണക്ക് ഒരു സാധനം ഫേമസ് ആയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആ കൊള്ളത്തിലൊന്നും പറയാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിലാണ് സത്യം പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ആളിനെ മാർക്കറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പം എയ്ച്ചിറോടെ മോഹൻലാലിന്റെ പടം ബോയ് ആൻഡ് ഹെറൻ അത് വലിയ മെച്ചപ്പെട്ട സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഗിബ്ലി ഫാൻസ് അത് അംഗീകരിക്കത്തില്ല. ഇതും അതുപോലാണ് ഓസ്കാർ കിട്ടിയത്. അല്ല, ബോയ് ആൻഡ് ഹെറന് എലമെന്റ്സ് ഉണ്ട്, ആൾക്കാര് ഒരു സ്ഥിരം മാർക്കിൽ എത്തിയിട്ട് ആൾക്കാര് ക്വെന്റിൻ ടാരാന്റീനോയുടെ സിനിമകൾ ഓരോന്നെടുത്ത് ചെയ്യുന്നുണ്ട്. വെൻ ഇറ്റ് കംസ് ടു ക്വെന്റിൻ ടാരാന്റീനോ മൂവി, ബാക്കിയുള്ള ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ് ബാക്കിയുള്ള സിനിമകൾ അത്രയൊന്നും എനിക്ക് പൾപ്പ് ഫിക്ഷൻ സത്യം പറഞ്ഞാൽ തോന്നിയിട്ടില്ല. പക്ഷെ ഇതൊരു വളരെ വളരെ വലിയ ലോങ് എപ്പിസോഡ്. ചോദിക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സിന്റെ ഡിഫറൻസസ്, അതായത് ക്യാരക്ടേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഡിഫറൻസ്. അതായത് ഫോർ എക്സാമ്പിൾ നരൂറ്റോ പോലത്തെ എംസിയുടെ പേര് പറയാൻ പറ്റുമോ? എല്ലാ ആനിമയിലും അങ്ങനെ ആണല്ലേ. ആസ്ത, യൂജി, ഗോക്കു, ഇതെല്ലാം നമുക്ക് നരൂട്ടോയുടെ രീതിയിൽ പറയാൻ പറ്റും. ഈ പറഞ്ഞ ലൂഫി എടുക്കുന്നത്, ലൂഫിയെ പോലുള്ള ക്യാരക്ടേഴ്സ്. ആസ്തയ്ക്ക് ലൂഫിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതായത് വളരെ ഫണ്ണി ആയിട്ടുള്ള, വളരെ നെവർ കെയർ ആയിട്ടുള്ള ക്യാരക്ടർ വെൻ കം ടു ഫൈറ്റ് അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നേരെ പോളാർ ഓപ്പോസിറ്റ് ആയിട്ട് മാറുന്ന ഒരു സ്വഭാവം, അതൊരു ആൾട്ടർ ഈഗോ പോലെ. അത് തന്നെയല്ലേ ഈ പറഞ്ഞ ഗോക്കുവിനുള്ളത്. അവിടെ നിന്നാണല്ലോ ഇത് തുടങ്ങുന്നത്. ഈ പറഞ്ഞ എല്ലാ ക്യാരക്ടേഴ്സിനും, അതായത് ഒരു ക്യാരക്ടറിനെ പോലെ മറ്റൊരു ക്യാരക്ടർ ഉണ്ടോ എന്ന് വെച്ചാൽ ഇഷ്ടംമാതിരി ഉണ്ട്. പക്ഷെ അങ്ങനെ വെച്ച് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പഴയൊരു ആനിമയുടെ പേരാണ് കൗബോയ് ബീബോപ്പിൽ MC. അതുപോലൊരു ക്യാരക്ടറിനെ പറഞ്ഞാൽ വലിയ പാടാ ഇല്ല. ഹജിമേനോ ഇപ്പോയില്ല MC പോലൊരു ക്യാരക്ടറിന്റെ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ MC പോട്ടെ, സൈഡ് ക്യാരക്ടറിനെ പോലെ ഒരു ക്യാരക്ടർ പറ്റൂല, അത് അവിടെ പാടുവരും. ഇതേപോലെയാണ് ഈ പറഞ്ഞ ജോജോ ബിസാർ അഡ്വഞ്ചർ. അങ്ങനെയുള്ള ഓരോ ക്യാരക്ടറിനെ പോലെ വേറെ ക്യാരക്ടർ ഉണ്ടോ? ഒരു MC പോലെ തന്നെയല്ല അടുത്ത MC അല്ല, അതാണ് മെയിൻ. പിന്നെ ആരൊക്കെ എന്ത് പറഞ്ഞാലും ജോസഫ് ജോസ്റ്റാർ കഴിഞ്ഞിട്ട് ആരും ഉള്ളൂ. എനിക്കും അങ്ങനെ ജോതാരോട് അപ്പൂപ്പൻ, ജൊനാഥൻ ജോസഫ് തുടക്കക്കാരൻ, ജോനാഥൻ ജോസഫ് അല്ല ഈ ഇപ്പൊ നമ്മളീ പറഞ്ഞ ഈ 3 ജോസിൽ തന്നെയുള്ള വ്യത്യാസം പറയാം. ജോനത്തൻ എന്ന് പറഞ്ഞ ജെന്റിൽമാൻ, കൈൻഡ്നെസ് ആ സ്കീമാണ്. ജോസഫ് എന്ന് പറഞ്ഞ വാക്ക ഉടായ്പ. അത് ഈ ഇടയ്ക്ക് വെച്ചൊരു ഒരു കമന്റ് ഒരു വീഡിയോ കിട്ടായിരുന്നു. അപ്പോഴത്തേക്കും വ്യൂവം വന്നിട്ട് കരുൺ വന്നിട്ട് പറഞ്ഞായിരുന്നു ജോസഫ് ഈസ് നോട്ട് കൈൻഡ് എന്ന്. അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് ജോസഫ് കൈൻഡ് ആയിട്ട് തോന്നി, പക്ഷെ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. കാരണം അതിൽ ഒരുപാട് പറയാനുണ്ട്. ഈ കഥാപാത്രത്തിന്റെ സിമിലാരിറ്റീസിനെ കുറിച്ച് സിമിലർ ആയിട്ടുള്ള ക്യാരക്ടറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി വലിയ പാടാണ് പഴയ അനിമയിലുള്ള പല ക്യാരക്ടേഴ്സിനെ. മൂന്നാമത്തെ ജോജോ വരുമ്പോഴത്തേക്കും മറ്റേ ചാടാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോ ചോദിക്കും ജോജോ പുതിയ അനിമയല്ലെന്ന്. അല്ല, ജോജോ ഇസ് വെരി ഓൾഡ്. പണ്ടത്തെ എല്ലാ ആനിമേസിലും ആ ഒരു സോൾ ഉണ്ട്. സൈലന്റ് വോയിസ് പോലെ ഞാൻ വേറൊരു ആനിമ കണ്ടിട്ടില്ല.
സൈലന്റ് വോയിസ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാം പറഞ്ഞതിന് വേറൊരു ഡിഫറെന്റ് ജോണറാണ്. ഓൾഡ് ആനിമേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ലൈക്ക് 90s ഒക്കെ പോകണമെന്നില്ല, കൊറോണക്ക് മുമ്പുള്ള ആനിമേസ് എടുത്ത് നോക്കിയാൽ മതി. കൊറോണക്ക് 2-3 കൊല്ലം മുമ്പുള്ള കുറച്ച് ആനിമേസ് സെലക്ട് ചെയ്ത് ടൈമിലേ നോക്കണം. അതിന്റെയൊക്കെ മാങ്കയുടെ ടൈമിൽ ഞാൻ പറയുന്നത് ടൈം ലൈൻ എങ്ങനെ പറയുന്നത്, എൻ്റെ ഒരു ഇതിനകത്ത് ടൈം ലൈൻ പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഡ്രാഗൺ ബോൾ ആൻഡ് പ്രീ ഡ്രാഗൺ ബോൾ. ഞാൻ അങ്ങനെ അത്രയും ആനിമേഷന്റെ കേസ് വരുമ്പോഴത്തേക്കും പോസ്റ്റ് കുറച്ചുകൂടി പുറയിലോട്ടാണ്. അതിന് മുമ്പ് നമുക്ക് അറിയാവുന്ന അതിന് മുമ്പ് എവിടെയോ വെച്ചൊരു ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ടുണ്ട്. അത് വെതറിംഗ് വിത്ത് യുലാണ്. ആണോ? അല്ല, വെതറിംഗ് വിത്ത് യു അല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ആനിമേ മറ്റേ നമ്മുടെ ബേസിക് ആനിമേഷൻ അത് ആണോ? പിന്നെ വെതറിംഗ് വിത്ത് യു ആനിമേഷൻ കണ്ടിട്ടില്ല? അല്ല, കണ്ടിട്ടുണ്ടോ? അത് ആ ടൈമിൽ ഐ തിങ്ക് 2018 അതേണക്ക് നമുക്ക് ഒരു കമ്പയറബിൾ അല്ലാത്തൊരു ആളാണ് മക്കോട്ടോ ഷിൻകാരി. അതെ. ഇപ്പൊ സുസുമേന ടോജിമാറി ഇറങ്ങിയപ്പോഴത്തേക്കും എന്ത് സീനാണത്. ഓരോ ഫ്രെയിമും ഓരോ സാധനവും കളറും ഭയങ്കര കിടലോ. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത്. ഇപ്പൊ ഈ കൗബോയ് ബീബോപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു, അതേപോലെ സമുറായി ചാമ്പിൾ വേണമെങ്കിൽ പറയാൻ പറ്റും. അതേപോലെ തന്നെ ആ ഒരു ടൈം ലൈനിൽ കളിച്ചിട്ടുള്ള കുറച്ച് ആനിമകളുണ്ട്. ഇതിന് ശേഷം എവിടെയോ വെച്ചൊരു ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ടുണ്ട് ഒരു ആനിമേ. അത് ഏത് ആനിമ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എവിടെ വെച്ച ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ടുണ്ട്. ആ ബ്രേക്ക് ത്രൂവിന് ശേഷം വന്നിട്ടുള്ള ആനിമകളാണ് ഈ പറഞ്ഞ ബ്ലാക്ക് ക്ലോവർ, ഈ വൺ പഞ്ച് മാൻ, ഇതുപോലത്തെ കുറച്ച് ആനിമകൾ. അതായത് ആനിമേഷൻ ഈസ് ഫാർ ബെറ്റർ ദാൻ വാട്ട് വി നോ ബിഫോർ. അതായത് ഈ പറഞ്ഞ സമുറായി ചാമ്പിളോ അല്ലെങ്കിൽ ഇതൊക്കെ പോലെ. പക്ഷേ they sacrificed the soul, fluidity, ഫൈറ്റ് കോറിയോഗ്രാഫി, ഫൈറ്റ് ഫ്ലൂയിഡിറ്റി മിസ് ചെയ്യുന്നു ഞാൻ പറയുന്നു. ആ ഒരു പോർഷന് ശേഷം വന്നിട്ടുള്ള കുറച്ച് ആനിമകളിൽ അത് മോശം വന്നിട്ടുണ്ട്, കൈമോശം വന്നിട്ടുണ്ട്. അത് ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട്, അത് ഏത് പോയിന്റ് എന്ന് എനിക്കറിയില്ല, ഏത് ആനിമയാണ് അതിന് അത് ട്രിഗർ ചെയ്തെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അറ്റ് സം പോയിന്റ് കോറിയോഗ്രാഫി മിസ്സാവുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ 2015, 14 മുതൽ 20 വരെയുള്ള കാലഘട്ടം, അതായത് പ്രീ കോവിഡ് ആണ്, പക്ഷേ അല്ലെങ്കിൽ പ്രീ ഡീമൺ സ്ലെയർ ആണ്, പക്ഷേ 2014 ശേഷമുള്ളതാണ്. ഈ ഒരു ടൈം ലൈനിൽ ഈ പറഞ്ഞ കോറിയോഗ്രാഫിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഫൈറ്റിന്, ഫ്ലാഷി ഫൈറ്റ് സ്റ്റൈലിന് ഒരു ടൈം വന്നു. ഇതിനു മുമ്പാണ് കൗബോയ് ബീപോപ്പ്, സമുറായി ചാമ്പിളു പോലുള്ള വേറെയൊക്കെ ഉണ്ട് അതിന്റെ പേര്. പക്ഷെ ദാറ്റ് ബീയിങ് സെഡ് ഡീമൺ സ്ലെയറിൽ ഫൈറ്റ് കോറിയോഗ്രാഫിക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻസ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് ഫേറ്റിൽ അവന്മാർ തെളിയിച്ചാരി അവന്മാരെ കൊണ്ട് എന്ത് പറ്റൂന്നുള്ളത് അത് സത്യമാണ്. ഇപ്പോൾ നല്ലത് വരുന്നുണ്ട്. നറൂട്ടോ സാസുകെ ഫൈറ്റ് ഇപ്പോഴും കുറേ മൂവീസ് വരെ റെഫറൻസ് ആയിട്ട് എടുക്കുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ആണിത്. ഒരു അനിമയെ മൂവീസ് റെഫറൻസ് ആയിട്ട് എടുക്കുക, അത്ര അടിപൊളിയായിട്ട് അതിന്റെ കോറിയോഗ്രാഫി ചെയ്ത് വെച്ചിട്ടുണ്ട്. നിഞ്ച വോർ അല്ല, നറൂട്ടോ വേഴ്സസ് സാസുകെ ഫസ്റ്റ് ഫൈറ്റ്, തുടക്കത്തില് അവർ പിരിയുന്നതിന്റെ ഫസ്റ്റ് ഫൈറ്റ് അല്ലേ, ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്ത് വെച്ചാണ് അല്ലേ. ഇപ്പൊ അതുപോലെ ഇതിനകത്തുള്ള നാരുറ്റോയില എസ്പെഷ്യലി ആക്ച്വലി ഗാറ വേഴ്സസ് ഗായിയുടെ ഫൈറ്റ് ആണ് ടൈജുറ്റ്സുവിന്റെ പീക്ക്. എനിക്ക് തോന്നിയിട്ടുള്ളത് പീക്ക് അതിനേക്കാൾ പീക്കായിട്ട് തോന്നി സത്യം പറഞ്ഞാൽ ഇവൻ നേരത്തെ പറഞ്ഞ ഫൈറ്റ് നാരുറ്റോ വേഴ്സസ് സാസുകെ. അതിനകത്ത് ഭയങ്കര അതേ കണക്ക് തന്നെ ഇമോഷൻ ഉണ്ട്. അതിനൊക്കെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ബേരിയം മോഡിലെ ഫൈറ്റ് ആണ് റീസെന്റ് ആയിട്ട് ഇറങ്ങിയത്. എനിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മറ്റേ ഫൈറ്റിംഗ് സ്റ്റൈൽ കാണാൻ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു മൂവി വരെ ഒരു ആനിമയിൽ നിന്ന് റെഫറൻസ് ആയിട്ട് എടുക്കുന്നു. ഇപ്പോഴുള്ള ഏത് ആനിമയെന്ന് അങ്ങനെ എടുക്കാൻ പറ്റും? എങ്ങനെ? ഇപ്പോഴുള്ള റീസെൻ്റ് ആയിട്ടുള്ള ന്യൂജൻ ആനിമയിൽ ഒരു മൂവി പറയണം, ഓക്കെ നമുക്കൊരു ആനിമയിൽ ഒരു മൂവി ഫൈറ്റ് എടുക്കാം റെഫറൻസ് ആയിട്ട്, ഇപ്പം ഏതെടുക്കും? ഇല്ല, ആരും എഫേർട്ട് ഇടുന്നില്ല. അതാണ് നറൂട്ടോ. അതുപോലെ അതിന് ആ ടൈമിലുള്ള ആനിമേഷൻ എടുക്കാനുണ്ട്. ഈവൻ എന്താ പറയുക, ഡ്രാഗൺ ബോൾസിൽ നിന്ന് വരെ എടുക്കാം. അത് ശരി, അതില്ല. അതിപ്പം മറ്റേ ഇവന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റേ ഇത് ചെയ്യുന്നത് ഫുഡ് വർക്ക് ഇടുന്നത് ആരാ? ഗോക്കു എടുക്കുന്നുണ്ട്. പോകുന്നതിന് മുമ്പേ ഫുഡ് വർക്ക് ഇടുന്നത് എടുക്കുന്നുണ്ട്. അതേപോലെ നരൂട്ടോ എടുക്കുന്നുണ്ട്. വൺ പീസിൽ പ്രീ ടൈം സ്കിപ്പിന് മുമ്പുള്ള ഫൈറ്റുകളുണ്ട്. എന്താമ വന്നാ എല്ലാത്തിനും എടുക്കും. അത് ബ്ലാക്ക് ക്ലോവറെ റെഫറൻസ് എടുക്കും. എന്തായാലും
എന്തായാലും വളരെ വലിയൊരു ഡിസ്കഷൻ അല്ല ഇതിന് ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട്, ഇനിയും ഡിസ്കസ് ചെയ്യാം. ഇനി ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതെ മൈക്ക് ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ ബാക്കി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇഫ് യു വോണ്ട് ദാറ്റ് ഓൺ വീഡിയോ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങള് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം. വീഡിയോ നിർത്താൻ നോക്കി 3 തവണ ഇവൻ ഒരൊറ്റ ഒരുത്തം കാരണമാണ് വീണ്ടും നീന്നു പോയത്. അപ്പോൾ നിങ്ങളുടെ സ്ഥിരം അറിയാലോ, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലൂടെ ഷെയർ ചെയ്യുക. ആൻഡ് ഇഫ് യു വോണ്ട് എ പാർട്ട് 2 ഡു കമന്റ് ഡൗൺ. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നതാണ്. ഇവൻ വന്നു കഴിഞ്ഞാൽ പാർട്ട് 2 വീണ്ടും പാർട്ട് 3 ആവും. എങ്കിൽ കൂടെ വി ആർ ഹാപ്പി ടു ഡു ഇറ്റ് ഫോർ യു. കമന്റ് ചെയ്യുക. അപ്പം വൈകാതെ തന്നെ വീണ്ടും കാണുന്നതായിരിക്കും. ഇതുവരെ കണ്ടവർ ആദിൽ എന്ന് കമന്റ് ചെയ്യുക. ADIL D ക്യാപിറ്റൽ ഇട്ടിരുന്നാൽ അപ്പൊ ഇതുവരെ വീഡിയോ ഇതിന് തമ്മിൽ ഞാൻ ചെയ്യൂല. എനിക്ക് ഫോട്ടോഷോപ്പ് എല്ലാം പറഞ്ഞല്ലേ. ഇതുവരെ കണ്ടവർ ഇവരോട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ സയോന്നര. ബൈ ബൈ ബൈ.